ഹായ് ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. വ്ളോഗെന്നൊന്നും പറയാനൊന്നുമില്ല. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് പോയപ്പോൾ എടുത്തിട്ടുള്ളൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് സ്കൂളിൽ പാരൻസ് മീറ്റ് ഉണ്ടായിനി. അപ്പോൾ അതിനൊക്കെ പോകുമ്പോൾ അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. രാവിലെ തന്നെ സജുവിനെ കുളിക്കാൻ വേണ്ടി പറഞ്ഞയച്ചപ്പം ഇവിടെ മുറ്റത്ത് ഫുട്ബോളും കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവന് ക്ലാസ് ഉണ്ട് കേട്ടോ. ഇനി എൻ്റെ പേരൻസ് മീറ്റിംഗ് ആയതുകൊണ്ട് ഓൾക്ക് ക്ലാസ് ഇല്ല. അപ്പോൾ ഈ ഒരു സമയത്ത് ഇവിടെ ഒരാൾ മദ്രസയിലെ എക്സാം ആയതുകൊണ്ട് ബുക്കും പിടിച്ച് പഠിക്കാനിരുന്നതാണ് കേട്ടോ. പക്ഷെ അവൻ പഠിക്കൊന്നുമല്ല, അവരെ കളിയും കണ്ടങ്ങനെ നോക്കിയിരിക്കായിരുന്നു. പിന്നെ ഒരു 8:45 ആയപ്പോഴാണ് കേട്ടോ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പോകാൻ വേണ്ടിയിട്ട്. 9:30ക്കാണ് ക്ലാസ് ഉള്ളത്. അപ്പോൾ വീട്ടിൽ നിന്നൊരു 8:30-8:45 ആകുമ്പോൾ ഇറങ്ങണം, എന്നാലേ കൃത്യസമയത്ത് അവിടെ എത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഉപ്പാൻ്റെ അളാമ ഉണ്ടായിന് വീട്ടിൽ. അളാമാനെ ഞാൻ അങ്ങനത്തെ ബ്രദറിൻ്റെ വീട്ടിലേക്ക് ആക്കി കൊടുത്തതാണ് കേട്ടോ, കൈ പിടിച്ചിട്ട്. പിന്നെ ഞങ്ങളാക്കി തരുന്നത് ബ്രദറും ഉപ്പയും കൂടിയാണ് കേട്ടോ. ബ്രദറിൻ്റെ കാറിലാണ് വീട്ടിൽ നിന്ന് ആക്കി തന്നത്. നേരെ സ്കൂളിലേക്കാണ് കേട്ടോ പോണത്. അപ്പോൾ പോകുന്ന വഴിക്ക് ചെറിയ ബ്രദറിൻ്റെ വീട്ടിൽ ഉപ്പ കുറച്ച് കപ്പ പറിച്ച് വെച്ചിട്ടുണ്ടായിന് കേട്ടോ. ഉപ്പാക്ക് ഇവിടെ കുറച്ച് ചെറുതായിട്ടൊരു കപ്പ കൃഷിയൊക്കെ ഉണ്ടായിന്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് കപ്പ എടുത്തിട്ട് ഇതാ ചാക്കിലാക്കി വെച്ചിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇക്കാടെ വീട്ടിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് തലേന്ന് വൈകുന്നേരം പോയിട്ട് ഉപ്പ പറിച്ച് വെച്ചതായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തിട്ടാണ് പോണത് കേട്ടോ. അപ്പോൾ ട്രാഫിക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ 9:30 ആയപ്പോൾ ഞങ്ങളിവിടെ സ്കൂളിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ മീറ്റിംഗ് ഉള്ളത് 10 മണിക്കാണല്ലോ. അപ്പം ഞാനും നിയമോളും ഇവിടെ ഇറങ്ങി. പിന്നെ ഇവിടെ നിന്ന് ഞങ്ങളവിടെ ആക്കിയിട്ട് ഉപ്പയും ബ്രദറും അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഇവിടെ ഇറങ്ങിയതിന് കാരണം ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് തിരിച്ച് വരാനുള്ള ടൈമൊന്നുമില്ല. അരമണിക്കൂറല്ലേ ഉള്ളൂ. 10 മണിക്കാണല്ലോ മീറ്റിംഗ്. പിന്നെ കപ്പയുടെ ചാക്ക് എന്താക്കിയെന്ന് പറഞ്ഞാൽ അതിവിടെ സ്കൂളത്തെ വരാന്തൻ്റെ ഒരു മൂലൊക്കെ കൊണ്ടുപോയി ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം പിന്നെ മീറ്റിംഗ് കഴിഞ്ഞാൽ കടപ്പ വരും കേട്ടോ ഞങ്ങളെ കൊണ്ടുപോകാൻ. അങ്ങനെ എല്ലാവരും ക്ലാസ്സിലൊക്കെ കയറി. ഞാൻ നിയമോളും ഇത് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. കുറച്ച് ടൈം അവിടുത്തെ ടീച്ചേഴ്സിനോടൊക്കെ സംസാരിച്ചിരുന്നു. പിന്നെ ഓളെ അങ്കിളിതാ എൻ്റെ ബ്രദർ അവൾക്ക് ബിസ്ക്കറ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതോ ആ കാണുന്ന താഴത്തെ 2ാമത്തെ ക്ലാസ്സാണ് കേട്ടോ സജുവിൻ്റെത്. പിന്നെ കുറച്ച് ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ടായിന് കേട്ടോ ഞങ്ങളത്. അതൊക്കെ നിയുടെ ബാഗിൽ കുത്തി നിറച്ചിട്ട് ആ ഒരു ബാഗും ഉണ്ടായിന് കയ്യിൽ. പിന്നെ ഓരോ പേരൻസും വന്നിങ്ങനെ തുടങ്ങിയപ്പോൾ ഞങ്ങൾ മീറ്റിംഗ് നടക്കുന്ന ഹാളിലേക്ക് കയറി കേട്ടോ. അപ്പോൾ ലഗേജ് നിറച്ച ബാഗ് ഇതാ നിയമോൾ തന്നെ പിടിക്കാമെന്ന് പറഞ്ഞിട്ട് അവളത് തോളിലിട്ടതാണ്. ഇനിയിപ്പോൾ അവൾക്ക് അഥവാ ക്ലാസ് ഉണ്ടെങ്കിൽ പോരാലോ എന്ന് വിചാരിച്ചിട്ട് അവളെ യൂണിഫോമും അവളെ ബുക്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിന് കേട്ടോ ഞാൻ വീട്ടിലേക്ക് പോയപ്പോൾ. അങ്ങനെ അതാണ് ഈ ഒരു ബാഗിൽ കേട്ടോ. പിന്നെ കുറച്ച് ഞങ്ങളെ ഡ്രസ്സുകളും ഉണ്ടായിന്. ഒരു സ്കൂള് കുറച്ച് മുകളിലായതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് നോക്കുമ്പോഴുള്ള കാഴ്ച ഉണ്ടല്ലോ അടിപൊളിയാണ് കേട്ടോ. നല്ല കുന്നുകളും മലകളൊക്കെ കാണാം. പിന്നെ ഇത് നിയമോളെ ഫ്രണ്ടാണ് കേട്ടോ. ഓള് വന്നപ്പോൾ നീക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ ഒത്തിരി പേരൻസൊക്കെ വന്നു കേട്ടോ, ടീച്ചേഴ്സും വന്ന് നീ എൻ്റെ പ്രോഗ്രസ് കാർഡൊക്കെ സൈൻ ചെയ്ത്. അവരുടെ മാർക്ക് ലിസ്റ്റ് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല കേട്ടോ, മാഷാ അല്ലാഹ് നല്ല മാർക്കൊക്കെ ഉണ്ടായിന്. 2 എക്സാം അവൾ എഴുതിയിട്ടില്ല കേട്ടോ, ആ ഒരു കുറവുണ്ടായിന്. അവൾക്കന്ന് പനിയായിരുന്നു. അന്ന് തീരെ എണീക്കാൻ വയ്യാത്തതുകൊണ്ടാണ് കേട്ടോ അവളെ പറഞ്ഞേക്കാഞ്ഞത്. അങ്ങനെ സാറൊക്കെ വന്ന് ക്ലാസ് എടുത്ത്. പിന്നെ നമ്മളെ മക്കളെ ഇനി അടുത്ത് പഠിപ്പിക്കുന്ന കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ടീച്ചേഴ്സ് പറഞ്ഞു തന്നു. ഇതൊക്കെയാണ് കേട്ടോ മീറ്റിങ്ങിൽ നടന്നത്. അതിൻ്റെ ഇടയ്ക്ക് ചായയൊക്കെ കിട്ടിയിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ ഇവിടെ കുറച്ച് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ടായിന് കുട്ടികൾക്ക് ബഗസിൻ്റെ. അങ്ങനെ അതൊക്കെ കൊടുത്ത്. അപ്പോൾ എല്ലാവരും ഒന്നും ഞാൻ അങ്ങനെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ 1 മണിൻ്റെ ഉള്ളിൽ മീറ്റിംഗ് കഴിഞ്ഞു കേട്ടോ. പേരൻസ് ടീച്ചേഴ്സുമായിട്ടൊക്കെ സംസാരിച്ചു. എല്ലാ വിഷയത്തെക്കുറിച്ച് എല്ലാവരും ഓരോരോ ടീച്ചേഴ്സിനെയും കണ്ടിങ്ങനെ സംസാരിച്ചിരുന്നപ്പോഴാണ് നിയക്ക് അവളെ ബെസ്റ്റ് ഫ്രണ്ടിനെ കണ്ടത് കേട്ടോ. അതുവരെ അവർ കണ്ടിട്ടില്ല ഇനി കേട്ടോ, പോവാൻ നേരത്താണ് കണ്ടത്. അപ്പോൾ ഇതാണ് കേട്ടോ നിയമോളെ ബെസ്റ്റ് ഫ്രണ്ട് സെഹ്റ. അങ്ങനെ പിന്നെ ഞങ്ങൾ പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ സജുദാ പള്ളിക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ, ളുഹ്റസ്കരിക്കാൻ. എല്ലാവരും ഇതാ ഇതുപോലെ ലൈനായിട്ടാണ് പള്ളിക്ക് പോവാറ്. അപ്പം ഞാൻ അവനോട് ഞാൻ വീട്ടിലേക്ക് പോവാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് പോന്നു കേട്ടോ.
അപ്പോൾ ഉപ്പ അതിൻ്റെ അടുക്ക് ഞാൻ ഉപ്പാനെ വിളിച്ചിട്ടുണ്ടായിനി കേട്ടോ. ഉപ്പ വന്നിട്ടുണ്ടായിനി ഞങ്ങളെ കൊണ്ടുപോകാൻ. പിന്നെ പോകുന്ന വഴിക്ക് സൂപ്പർ മാർക്കറ്റിലൊന്ന് കയറി കേട്ടോ. വീട്ടിലേക്കുള്ളൊരു പാത്രം വാങ്ങാനുണ്ടായിരുന്നു. എല്ലാവരും വരുമ്പോൾ ചോറൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു കുടുക്ക വാങ്ങാനുണ്ടായിനി കേട്ടോ, അത്യാവശ്യം വലിപ്പമുള്ള. അങ്ങനെ അത് വാങ്ങാൻ വേണ്ടി സൂപ്പർ മാർക്കറ്റ് കയറിയതാണ്. അപ്പോൾ ഇവിടുത്തെ ഓരോ പാത്രങ്ങളൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ പെണ്ണുങ്ങൾ അങ്ങനെയാണല്ലോ, പെണ്ണുങ്ങൾക്ക് പാത്രങ്ങൾ എത്ര കിട്ടിയാലും തികയില്ല. എനിക്കങ്ങനെയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഓരോ പാത്രങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങിക്കൂട്ടാൻ. ആഗ്രഹമുള്ളൂ, പക്ഷേ ഞാൻ വാങ്ങാറില്ല കേട്ടോ. കാരണം നമുക്ക് ആവശ്യത്തിനുള്ള പാത്രം മതിയല്ലോ, ഒരുപാട് എന്തിനാ വെറുതെ വാങ്ങിക്കൂട്ടുമെന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ വാങ്ങാറൊന്നുമില്ല. അങ്ങനെ ഇപ്പോൾ ഈ ഒരു കുടുക്കയാണ് കേട്ടോ ഞങ്ങൾ എടുത്തിട്ടുള്ളത്. എൻ്റെ കയ്യിലുള്ള ഈ കുടുക്ക. അങ്ങനെ അതും എടുത്തിട്ട് അവിടെ നിന്ന് പോന്നു. ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച വന്നിട്ടാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിനത്. അതുകൊണ്ട് വേറെ സാധനങ്ങളൊന്നും വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല ഇനി. അപ്പം പിന്നെ പെട്ടെന്ന് തന്നെ പോന്നു. ഞങ്ങൾ വീട്ടിലേക്കുള്ള എല്ലാ പച്ചക്കറികളും അല്ലാത്ത സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ വാങ്ങിക്കാറ്. എല്ലാ സാധനവും ഇവിടെ ഉണ്ട്. അപ്പോൾ പിന്നെ ഇങ്ങോട്ടുണ്ട് വരും വാങ്ങാൻ. ഞാൻ മുമ്പത്തെ ഒരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിനി കേട്ടോ. അങ്ങനെ അത് ബില്ലാക്കിയിട്ട് നമുക്ക് കോൽമുട്ടായി വാങ്ങിക്കൊടുത്ത്. പക്ഷേ അവൾക്ക് ഇതല്ല കേട്ടോ, അവൾ ഐസ്ക്രീമിനായിരുന്നു വാശി പിടിച്ചത്. കഫക്കെട്ടുള്ളതുകൊണ്ട് തന്നെ അത് ഞങ്ങൾ വാങ്ങിക്കൊടുക്കാറില്ല കേട്ടോ. അപ്പോൾ ആ ഒരു കലിപ്പിലാണ് അവൾ. പിന്നെ ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ ഒരു വീഡിയോ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.